So what we were discussing in our previous class? What we were discussing in our previous class? Tell me. Phases of a compiler, right? Le? Phases of a compiler, le? Aneka? Aneka? Okay. ഏതൊക്കെയാണ് main phases of a compiler? Lexical, syntax, semantic, intermediate code generation, code optimizer, code generator. Final code generator. Very good, very good. Okay. So these were the main phases, right? So what is happening at the end of each phases that we discussed in our previous class, right? So I'll show you a diagram, overall diagram showing what is happening in each phases. Okay. So you can see my slides, right? Okay, le. Srishma slide കാണുന്നില്ലേടാ? കാണുന്നുണ്ട് miss. Okay. So see this. So if I'm writing something, for example, if I'm writing x equal to y plus 7. This is a statement, right? This is an expression, right? അല്ലേ? ഇതൊരു expression അല്ലേ? Must know. This is an expression, right? So after lexical analysis, what will happen? Lexical analysis in output. ഇതാണ് നമ്മൾ lexical analyzer input ആയിട്ട് കൊടുക്കുക. എന്ത്? നമ്മുടെ ഈ particular statement x equal to y plus 7 എന്ന് പറഞ്ഞ statement. So after lexical analysis, what we will get? What is the output of lexical analysis? ആരെങ്കിലും പറയേ? Lexeme. Lexeme, yes, very good. Lexeme. How a lexeme will look like? Lexeme is nothing but it is token. How we can make token out of an expression? By ഇങ്ങനെ നമുക്ക് ടോക്കൺ കിട്ടുക. മീനിങ്ഫുൾ ടോക്കൺ ആണ് ശരിക്കും ലെക്സീം എന്ന് പറയുന്നത്. ടോക്കൺസ് എന്ന് വെച്ചാൽ എന്താ? സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് നമ്മൾ മീനിങ്ഫുൾ ടോക്കൺസ് ഫോം ചെയ്യുക. ഈ എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇത് x is a variable. Here we will call it as identifier. Equal to is an operator. Y is also an identifier. Plus is also an operator. 7 is a constant. Right? So a token may be either a variable or an operator or a constant. ഇങ്ങനെ ഇതുപോലെയല്ലേ ഉണ്ടാവോ ഒരു ലെക്സീം ഒരു ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സോ വാട്ട് യു വിൽ ഗെറ്റ് ആസ് എൻ ഔട്ട്പുട്ട് ഓഫ് ലെക്സീം? ഓരോ ടോക്കണിന്റെ ലെക്സീമിന്റെ ഫോർമാറ്റ് എങ്ങനെ ഉണ്ടാവുക? ID, നമ്പർ. ഇതല്ലേ ഫോർമാറ്റ് എന്ന് വെച്ചാല്? നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേടാ? ഓർമ്മയില്ല ആർക്കും? ലെക്സീമിന്റെ ഫോർമാറ്റ് എങ്ങനെ ഉണ്ടാവുക നോക്കിയേ. Position is equal to initial plus rate into 60. This was our statement. So after that I'm considering each one into separate lexeme. So how I will write like that? Position എന്ന് പറയുന്ന ഒരു lexeme ആണ്. So ID, 1 equal to ID, 2, ID 3 star 60. So this is the way of writing a lexeme, right? Token ഇതുപോലെയല്ലേ എഴുതുക? സീക്വൻസ് ഓഫ് ടോക്കൺ ഇങ്ങനെയല്ലേ എഴുതുക? ഹലോ ദിൽന. ഹലോ മിസ്. ഓക്കെ. ഇതിലുള്ള ടോക്കൺസ് എന്ന് പറഞ്ഞ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 7. ടെൽ മീ ദ ടോക്കൺസ് ഹിയർ. Which are the main tokens here? X equal to y, x equal to y plus 7. Tokens x equal x. ആദ്യം നമ്മൾ ഇതിലെ ലെക്സീംസ് പറയാം. ഏതൊക്കെയാ ലെക്സീംസ്? എക്സ് ഒരു ലെക്സീമാണ്. ആ ലെക്സീമിന്റെ ഇത് എന്ത് ടൈപ്പ് ലെക്സീമാ? ഐഡന്റിഫയർ എന്ന് പറയാം അല്ലെ? അങ്ങനെയല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഓക്കെ. വൈ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതൊരു ലെക്സീമാണ്. ഓക്കെ.
Y is also identifier. Plus is operator. Right? 7 is constant. ഇതിന്റെ പേരാണ് എന്ത്? ലെക്സീം. ഇങ്ങനെ എഴുതുന്ന സാധനമാണ് ലെക്സീം. നമ്മൾ ഇതിനെ ടോക്കൺസ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹൗ വി ക്യാൻ റെപ്രസെന്റ് എ ടോക്കൺ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, റൈറ്റ്? ഒരു ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളില് ഏതാണോ നമ്മുടെ ടോക്കൺ, ഏതാണ് ലെക്സീം? എക്സ്. എക്സ് എന്ത് ടൈപ്പ് ലെക്സീമാ? ഐഡന്റിഫൈ, റൈറ്റ്? സോ ഐ വിൽ റൈറ്റ് ഐ ഡി. എത്രാമത്തെ ഐഡിയ? ഫസ്റ്റിലത്തെ ഐഡിയ, ആദ്യം കാണുന്ന ഐഡിയ. സോ ID1, റൈറ്റ്? This will represent like this. Y എഴുതുമ്പോഴോ Y ID2. അടുത്തതോ പ്ലസ് 7. ഇങ്ങനല്ലേ എഴുതേണ്ടത്? ഓക്കെ, is that clear? Yes. അനേക, അൻചിത, മസ്ന, അതുൽ ഓക്കെ ആണോ ഈ ഫേസിലെ ഔട്ട്പുട്ട്? Miss, okay. ഓക്കെ. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് ഈ ഡയഗ്രാം നോക്കിയേ. ഓവറോൾ അനാലിസിസ് ഫേസിന് ശേഷമുള്ള ഡയഗ്രാമാണ് ഇത്. ഇവിടെ എങ്ങനെ ലെക്സിക്കൽ അനലൈസർ കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതിയിട്ടില്ല നോക്ക്. ID,1 ഈക്വൽ ടു ID2 പ്ലസ് ID3 സ്റ്റാർ 60. ഇതിന്റെ ഔട്ട്പുട്ട് വരെ ഓക്കെ ആണോ? ഈ ഡയഗ്രാം വരക്കുന്നത് ഇത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരെ ഓക്കെ ആണോ? ടെൽ മീ yes or no. അതുൽ, ദേവിക, ആദർശ്, മസ്ന, മനസ്സിലാവുന്നില്ലേ മസ്ന? ഓക്കെ, ശരി. Then next we will move on to the next phase. Which is the next phase? Syntax analyzer phase. We will call this phase as, what is another name for this? Unless you are not replying me, I am not going to write the answer. Please reply me in chat. What is the phase name for syntax analyzer? Another name? Parsing. Very good, very good. Parsing, or we'll call it as syntax analyzer as parser. Very good, Nathan. Good. Parser. Okay. So what the parser will do? What is the output of syntax analyzer or parser? ഇവിടെ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് ലെക്സീം കിട്ടും. അതുപോലെ ഇവിടെ ഉള്ള സാധനത്തിന്റെ പേരാണ് ലെക്സീം. വാട്ട് ഇസ് ഔട്ട്പുട്ട് ഓഫ് സിന്റാക്സ് അനലൈസർ ഓർ എ പാർസർ? This is a tree. Yes. Good. Parse tree. So how we can draw a parse tree? For example, if this is the expression, okay, we will draw the parse tree for corresponding to this expression. X equal to y plus 7. So how equal to symbol is the tree, right? Root of the tree. On its left side, there is an identifier, right? There is an identifier corresponding to this. Then ID1 ഞാൻ നെയിം ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ഒന്നല്ലേ വരിക? ഇതുപോലെ ട്രീ വരക്കാം. നിങ്ങൾ ഇതിനെ പാർസ് x equal to y plus 7 എന്ന് വെച്ചാൽ ഈ ID1 എന്ന് വെച്ചാൽ എന്താ? x y 7. So this is the way of drawing a parse tree. See this, how we have drawn the into position is equal. This is ID1, which is of type float, equal to symbol, plus ID2. What's our expression?
position is equal to initial plus rate into 60. This is our expression, right? So position is the first identifier, ID1, which is of type float. That is also represented here. Equal to, അതായത് ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് വിൽ ബി കൺവേർട്ടഡ് ടു ഫ്ലോട്ട്. അതാണ് ഈക്വൽ ടു സിമ്പിളിന്റെ അടുത്ത് ഫ്ലോട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റോ ഇനീഷ്യൽ ഈസ് ഓൾസോ ഫ്ലോട്ട്. ഇതിനെ ഇനി റേറ്റ് പ്ലസ് 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻ കൺവേർട്ടിംഗ് ടു ഫ്ലോട്ട്. അതാണ് ഇവിടെ ഫ്ലോട്ട്. സോറി, സിൻടാക്സ് സെമാൻറ്റിക്കിലേക്ക് പോയി. ഈക്വൽ ടു ID1 ID2 പ്ലസ് സ്റ്റാർ ID3 60. ഇത് മാത്രമേ വരുള്ളൂ. സെമാൻറ്റിക് ആയില്ലല്ലോ, സിൻടാക്സിൽ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇതാ ഇതുപോലെ വരും. എക്സ് ID ഈക്വൽ ടു ID1 പ്ലസ് ID2 7. ഓക്കെ, ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അത് സെമാൻറ്റിക് അനലൈസറിലേക്ക് പോകുമ്പോഴോ വാട്ട് ദ സെമാൻറ്റിക് അനലൈസർ വിൽ ഡു? എന്താണ് സെമാൻറ്റിക് അനലൈസറിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹാസ് ടു ചെക്ക് ദ സെമാൻറ്റിക് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പാസ് ട്രീ. How we will check that semantic analysis? We have to check for the type conflict, right? Type checking. Type checking is happening here in the case of semantic analysis. So semantic analyzer will check which is the type and which is compatible each other. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 60 എന്ന് പറയുന്ന കേസിൽ 60 is an integer value while multiplying integer value and a float value. What will happen is like integer will be converting to a float value. അതായത് നമ്മളിപ്പോൾ 60 എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്റീജർ വാല്യൂ ആണല്ലോ, അതിനെ ഫ്ലോട്ടിലേക്ക് 60.00 എന്ന് എഴുതും. അതാണ് ഇൻഡ് ടു ഫ്ലോട്ട് കൺവേർഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇൻഡ് ടു ഫ്ലോട്ട് കൺവേർഷൻ. നിങ്ങൾക്ക് ഈ രണ്ട് ട്രീയും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. ഇവിടെ ഡയറക്റ്റ് 60 ആയിരിക്കും, ഇവിടെ 60നെ ഇൻഡ് ടു ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും സെമാൻറ്റിക് അനലൈസറിന് ശേഷം. So we will get a parse tree. What is the output of semantic analysis or semantic analyzer parse tree after type checking? That is the output of semantic analyzer. Now what is the next phase? Intermediate code generator. So how we will generate intermediate code generator? We will assume temporary variables for each of the statement. അവിടെ T1 into float ഒന്ന്, T2 ID3 അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. അടുത്തതിന് ശേഷം ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കോഡ് ഒപ്റ്റിമൈസർ ജനറേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി ആർ ലോഡിംഗ് ദാറ്റ് ഫേസ് ഇൻ ടു കറസ്പോണ്ടിങ് മെഷീൻ കോഡ്. നിങ്ങൾ മൈക്രോ പ്രൊസസ്സറിൽ പഠിച്ചിട്ടില്ലേ മെഷീൻ കോഡ്സ്? ലോഡ്, മൾട്ടിപ്ലൈ, ലോഡ് ഫാക്ടർ, അഡീഷൻ. അപ്പോൾ ലോഡ് ഫ്ലോട്ടിനാണ് LDF എന്ന് പറയുന്നത്. ലോഡ് ഫ്ലോട്ട് ID3 ടു രജിസ്റ്റർ R2. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് എന്താ ചെയ്യുന്നത്? ആദ്യത്തെ ഐഡന്റിഫയർ ഏതാ? R3 എന്ന് പറയുന്ന ഐഡന്റിഫയർ ലോഡ് ചെയ്യുന്നു. LD ലോഡ് ഫ്ലോട്ട് വാല്യൂ ID3 to R2. Then I am multiplying that float value with a constant value 60. അതാണ് #60 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരെ കിട്ടി? റേറ്റ് ഇൻറ്റു 60 വരെ കിട്ടി. ഇതാ മള്ള് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് അഗെയിൻ ഐ എം ലോഡിംഗ് ദ വാല്യൂ ID2 to R1. That is what is happening in the LDF R1, ID2. After the, what is the next phase? Adding R1, R2. So I'm adding initial plus rate into 60. That is add float R1, R2. What is the next phase? Next is store float value STF ID1, R1. Results in R1 will be stored to ID1 will be stored in R1. Okay, this is the final code generating phase and how it is representing. Here I am using load, multiplication, load and store operator. Okay, and F is representing the float value. Is okay, ano? This is very important. In almost all question paper you can see either a question like this or what is the phase of this. അല്ലെങ്കിൽ single mark you can expect what a parser will do, what is a parser tree, what is a lexical analyzer will do. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും.
എപ്പോഴും ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഫേസസ് ഓഫ് എ കമ്പൈലർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ദ ബേസിക് ഓഫ് കമ്പൈലർ ആൻഡ് ഓൾ യുവർ മൊഡ്യൂൾ ഇസ് ബേസ്ഡ് ഓൺ ദിസ് ഫേസസ്. ഇനിയുള്ള നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഫേസ്, ഇനിയുള്ള മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഈ ഓരോ ഫേസിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഈ ഫേസ് വരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. Anyone, please. Reply me. Okay ആണ്. Okay ആണ്. ശരി. അഞ്ജിത, അനുഗ്രഹ്, അതുൽ, ആദർശ്, അഭിനന്ദ്, വിഷ്ണു, റൈസ. ഓക്കെ, ഡൺ. ശരി ശരി ശരി. ഇനി നെക്സ്റ്റ് we are going to discuss about one more simple definition regarding. നിങ്ങൾക്ക് ഞാൻ കമ്പൈലറിന്റെ ഫേസസ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡയഗ്രാം കാണിച്ചു തന്നിട്ടില്ലേ? ഇങ്ങനെയായിരുന്നു കമ്പൈലറിന്റെ ഫേസസ് കാണിച്ചു തരുമ്പോൾ ഡയഗ്രാം കണ്ട. On the left side another table is there, on the right side another table is there, right? Another box you can see, right? See this here, these are the faces. This is another this is another table, this is another table, right? So you can see two extra tables here. One is a simple table, another is error handler, right? Now we are going to discuss about these two. Okay. Symbol table. എന്താ സിമ്പിൾ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ടേബിൾ is used to store all the information about identifiers used in the program. So what is symbol table? It is a data structure containing a record for each of the identifier, which contain field for the attributes and the identifier. So it will help you to find the record of each identifier whenever it is required. Whenever an identifier is detected in any of the phases, it is stored in the symbol table. So for example, just see this line. If some of the statements, some of the declarations like int a comma b, float c, char set. So these are some of the declaration statement that maybe you are using in your program. Okay. So how a symbol table will store all these things? What a symbol table will do? Symbol table is a record for each of this identifier in that which contain field for the attributes and identifier. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് വി മേ ബി യൂസിങ് ഡിഫറെന്റ്, നമ്മൾ കുറേ അധികം ഐഡന്റിഫയേഴ്സും കോൺസ്റ്റൻസും ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതായത് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഓരോ വേരിയബിൾസും അതിന്റെ ടൈപ്പും അതിന്റെ അഡ്രസ്സും ഒരു ഡാറ്റാ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. ആ ഡാറ്റാ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സിമ്പിൾ ടേബിൾ എന്ന്. So symbol table is used to store all the information about the identifiers used in the program. So it is a record for each of the identifier, and we see how it is storing here. എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നോക്കിയേ. ഇപ്പം നിങ്ങൾ തന്നിരിക്കുന്ന ടേബിളിൽ ഇന്റ് എ കൊമ ബി ഉണ്ട്. നോക്കിയേ സിമ്പിൾ ടേബിൾ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കത്. എ is of type int and which is having address some 1000. B is another integer value that is also type int, address is stored here. C is a float value, address. Next is Z is a character and it is stored here in some address. So this is the way of storing the symbol table. ഈ symbol table it is used throughout all the phases in the compiler. നിങ്ങൾക്ക് നേരത്തെ ഡയഗ്രാം കണ്ടാൽ അറിയാം. സിമ്പിൾ ടേബിള് നിങ്ങൾ എപ്പോഴും ഫേസസ് ഓഫ് കമ്പൈലർ ചോദിക്കുന്ന സമയത്ത് ഈ ഡയഗ്രാം വരക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സിമ്പിൾ ടേബിളിന്റെ
ആരോ കണ്ട സിമ്പിൾ ടേബിൾ ഇവിടെയുള്ള എല്ലാ ഫേസസുമായിട്ട് ഡോട്ട് ഡോട്ട് എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലാ ഫേസസുമായിട്ട് കറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാ ഫേസസിനും ഈ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ഫേസിലും ഐഡന്റിഫയേഴ്സ് വരുന്ന കേസിൽ ഓൾറെഡി സിമ്പിൾ ടേബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ റെഫർ ചെയ്യും. അപ്പൊ സിമ്പിൾ ടേബിൾ എന്താ ചെയ്യുക? ഇറ്റ് വിൽ സ്റ്റോർ ദ ഐഡന്റിഫയേഴ്സ്. How it will store the identifier? It's a record for storing identifier name and its type and its address. This is the way of storing symbol table. This is the way of managing symbol table for an identifier. Okay, ആണോ? So, an essential function of a compiler is to record variable name used in the source program and collect information about various attributes of each name. And symbol table is a data structure containing record for each variable which contain fields for the attributes and its name. Now we will see another example here. Consider this. Consider an example. If you have a particular line of code, extern double return sum കണ്ടോ. ഇവിടെ ഇപ്പം ഏതൊക്കെയാണ് വേരിയബിൾ? ഡബിൾ ടെസ്റ്റ് ഡബിൾ ഓഫ് എക്സ്. ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ടൈപ്പ് ഡബിൾ ആണ്. കണ്ടോ ഈ കോഡ് നോക്കൂ, ഈ പെർട്ടിക്കുലർ കോഡ് നോക്കൂ. എക്സ്റ്റേൺ ഇസ് ടൈപ്പ് ഐഡന്റിഫയർ, ടൈപ്പ് മോഡിഫയറിൽ പറയുന്നതാണ് എക്സ്റ്റേൺ. അത് വിട്ടേക്ക്. അതിനുശേഷം ഡബിൾ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, ടെസ്റ്റ് ഡബിൾ എക്സ്. സോ ടെസ്റ്റ് ഇസ് എ സിമ്പിൾ നെയിം വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ഫംഗ്ഷൻ. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, അങ്ങനല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതിന്റെ ടൈപ്പ് എന്താ? ഇറ്റ്സ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ഡബിൾ ആൻഡ് ഇറ്റ് സ്കോപ്പ് ഇസ് എക്സ്റ്റേൺ. നൗ കം ടു നെക്സ്റ്റ് വൺ. ഇനിയുള്ള വേരിയബിൾ എന്താ? എക്സ്. എക്സ് എവിടെയുള്ളത്? ഡബിൾ എക്സ്. കണ്ട എക്സ്. എക്സ് ഇസ് ഓഫ് ടൈപ്പ് ഡബിൾ, ഇറ്റ്സ് എ ഫംഗ്ഷൻ പാരാമീറ്റർ. അടുത്തതോ സാമ്പിൾ. സാമ്പിൾ ഇസ് എ ഫംഗ്ഷൻ which is of type double. ഇപ്പൊ ഡബിൾ സാമ്പിൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി കൗണ്ട് ആണെങ്കിലോ? കൗണ്ട് എങ്ങനെയാ വരികയെന്ന് പറഞ്ഞ്? കൗണ്ട് എവിടെയുള്ളത്? കൗണ്ട് നോക്കിയേ. കൗണ്ട് എന്ന് എവിടെയുള്ളത്? കൗണ്ട് 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 എവിടെയുള്ളത്? കൗണ്ട് is a symbol name which is of type, അതിന്റെ ടൈപ്പ് എന്താ? ഇന്റ് കൗണ്ട് എന്നാ. സോ which is of type int. അത് ഇതിനുള്ളിൽ വരുന്നതാ? which is inside the function sample. sample int count എന്നാണുള്ളത്. that means it is count is a integer type which comes under the function sample. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. count int function parameter. Now what about sum? sum എങ്ങനെയാ വരാന്ന് പറഞ്ഞു നിങ്ങള്? sum എന്താ? sum is of type double which is having syntax local. right? local അല്ലേ വരാ? നമ്മൾ പ്രത്യേകിച്ചിട്ട് എക്സ്റ്റേണോ അല്ലെങ്കിൽ അതിനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഗ്ലോബൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ടൈപ്പ് ഏതാ വരാ? അടുത്ത സിമ്പിൾ ടേബിൾ അടുത്ത എൻട്രി പറഞ്ഞ്. റിപ്ലൈ മെയിൻ ചാറ്റ് which is the next entry, which will be the next entry in symbol table. ഇതിന് ഓർഡർ ഒന്നുമില്ല, വരുന്ന ഓർഡറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ള ഓർഡറിൽ പറഞ്ഞ് ഏതായിരിക്കും നെക്സ്റ്റ് എൻട്രി? Message me. Which is the next entry? Must know. Okay, Anaka, I. Okay, I in the type എന്താ? റിസ്വിൻ ഏതാണ് I ന്റെ ടൈപ്പ്? ഇന്റ്. ഓക്കെ. സ്കോപ്പ് എന്താ വരിക? ഇവിടെ അഡ്രസ്സിന് പകരം സ്കോപ്പ് എന്നേ ഉള്ളൂ. അത് അഡ്രസ്സോ സ്കോപ്പോ അത് ഏതായാലും കുഴപ്പമില്ല. അതൊരു കമ്പൈലറിന് ഇംപ്ലിമെന്റേഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. സ്കോപ്പ് ഓർ അഡ്രസ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ്. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ ഫംഗ്ഷൻ പാരാമീറ്റർ ആണെങ്കിൽ ലോക്കൽ ആയിരിക്കും. അങ്ങനെ
നോക്കിക്കോ. നെക്സ്റ്റ് ഐ ഇൻറ്റ് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ സ്കോപ്പ് നോക്കണമെന്നില്ല, ഈ ഒരു രീതിയിലാണ് സ്റ്റോർ ചെയ്യുക. സിമ്പിൾ ടേബിൾ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, ഐദർ ഇറ്റ് വിൽ സ്റ്റോർ അഡ്രസ് ഓർ ഇറ്റ് സ്കോപ്പ്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വരിക? ഐ കഴിഞ്ഞാൽ അടുത്ത വരേണ്ടത് സം ആണ്. സം ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ടേബിൾ, അതിന്റെ ആവശ്യമുണ്ടോ ഇനി? ഇല്ല. അടുത്ത വരുന്ന ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ഓൾറെഡി ഫംഗ്ഷൻ ആണ്, അത് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു വേരിയബിൾ വരുവാണെങ്കിൽ അത് അപ്പം തന്നെ സിമ്പിൾ ടേബിളിൽ വരും. പിന്നെ ബാക്കിയുള്ള വേരിയബിൾസ് നെയിമും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടില്ലാണെങ്കിൽ അത് പിന്നെയും സ്റ്റോർ ചെയ്യില്ല. പുതിയത് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അടുത്ത ഒരു പുതിയൊരു വേരിയബിൾ എഴുതാണ് വൈ എന്ന്, ഇൻറ്റു വൈ എന്ന് ഞാൻ എഴുതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ സിമ്പിൾ ടേബിളിൽ എന്ത് ചെയ്യും? അടുത്ത എൻട്രി വൈ എഴുതും, ഇവിടെ ഇൻറ്റീജർ ടൈപ്പ് എന്ന് എഴുതും. എന്നിട്ട് ഇത് ലോക്കലോ അല്ലെങ്കിൽ ഇതിന് അഡ്രസ്സോ ഏതാണ് വേണ്ടത് വെച്ചാൽ സ്റ്റോർ ചെയ്യും. Is that okay? Is that okay? ശരി. അപ്പോൾ നമ്മൾ സിമ്പിൾ ടേബിൾ മാനേജ്മെന്റും കഴിഞ്ഞു, ഫേസസും കഴിഞ്ഞു. ഇനി ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് സിമ്പിൾ ടേബിൾ മാനേജ്മെന്റ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബ്ലോക്കിന്റെ പേരെന്തായിരുന്നു? ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സാധനത്തിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നു? ഒരു എറർ ഹാൻഡ്ലർ ഉണ്ടായിട്ടില്ലേ? അല്ലേ? എറർ ഡിറ്റക്ഷൻ ആൻഡ് റിപ്പോർട്ട്. അപ്പോൾ see this error handler which is also related with every phases in the compiler. So what an error handler will do? എന്താ പേര് തന്നെ നിങ്ങൾക്കില്ലേ? Each phase can encounter errors. So after detecting errors, a phase must somehow deal with that error so that compilation can be proceeded, allowing further errors in the source program to be detected. അതായത് നമുക്കിപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ലെക്സീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അൺഐഡന്റിഫൈഡ് സിമ്പിൾ വരുമോ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെടുത്ത് പറഞ്ഞു ഒരു എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചോ, ഇൻഡ് എ എന്ന് എഴുതേണ്ടതാണെന്ന് വിചാരിച്ചോ. അതിന് പകരം നിങ്ങളിപ്പോൾ അടുപ്പിച്ചിട്ട് ഇൻഡ് എ എന്ന് എഴുതുകയാണ്, ഇത് സെമിക്കോളനാണ്. ദിസ് എൻ എറർ, റൈറ്റ്? ഹൗ ഇറ്റ് ഈസ് ഡിറ്റക്ടിങ് എൻ എറർ? ബിക്കോസ് ഇറ്റ് കനോട്ട് ക്രിയേറ്റ് എ മീനിങ് ഫുൾ ലെക്സീം, റൈറ്റ്? ഇൻഡ് എന്ന് പറയുന്ന ടൈപ്പിൽ എ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെ എന്തായി ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ ഒരു എറർ കിട്ടും. ഓക്കെ, ശരി. സോ ദാറ്റ് ഈസ് അബൌട്ട് എറർ ഹാൻഡ്ലർ. ഇനി അടുത്ത ഫേസ് ആണ്. അപ്പോൾ അതിൽ പറയാനുള്ളത് കഴിഞ്ഞു. പിന്നെ പൊതുവെ നിങ്ങൾക്ക് എസ് ഇതൊരു എസ് ആയിട്ടാണ് ചോദിക്കുക മോസ്റ്റ്ലി 9 മാർക്സിനൊക്കെ. എക്സ്പ്ലെയിൻ ദ ഫേസസ് ഓഫ് എ കമ്പൈലർ. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതണം? ആദ്യം ഈ ഡയഗ്രാം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പൊ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഈ ഡയഗ്രാം? സോഴ്സ് കോഡ്, ടാർഗറ്റ് കോഡ്, സിമ്പിൾ ടേബിൾ, എറർ ഹാൻഡലർ, പിന്നെ ഫേസസിന്റെ പേര് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് പഠിച്ചു വെക്കുക. ഓരോ ഫേസിന്റെ പേരും പഠിച്ചു വെക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അതിനുശേഷം ഓരോ എക്സ്പ്ലനേഷൻ പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ഇതാ, ഈ ഒരു ഡയഗ്രാം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ സ്വന്തം വാക്കിൽ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, മീൻ സീരീസ് എക്സാമിനായാലും ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫേസസ് ഓഫ് എ കമ്പൈലർ. ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിലുള്ള അടുത്ത ടോപ്പിക് ആണ്. ഇതൊരു ഓക്കെ അല്ലേടാ? നിങ്ങളുടെ സിലബസിലുള്ള രണ്ടാമത്തെ ടോപ്പിക് ആണ് കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്. സോ കമ്പൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സോ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് മീൻസ് കമ്പൈലർ യൂസസ് software development tools and more specialized tools for implementing various phases of a compiler. Okay, some commonly used compiler construction tools include, അതായത് നമുക്ക് കമ്പൈലറിന് വേണ്ടിയിട്ട് കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കമ്പൈലർ റൈറ്റേഴ്സ് യൂസസ് സം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടൂൾ. അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ.
parser generator, scanner generator, syntax directed translated engine, or we will call it as SDT. അത് നിങ്ങൾക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിൻ, ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ, ഡാറ്റ ഫ്ലോ അനാലിസിസ്, കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾ കിറ്റ്. So these 6 are the main compiler construction tools. Okay, so we will see each one in detail. Parser generator. Parser generator ഇൻപുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ 6 പേരും പഠിക്കുക. ഇതിൽ ഓരോന്നിന്റെ ഇൻപുട്ട് നോക്കുക. അത്രയേ വേണ്ടു. കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് പൊതുവെ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. So what a parser generator will do? Grammatical description of each programming language. പാർസ് ട്രീ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ കിട്ടില്ലേ, അതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. എന്താ? സിൻടാക്സ് അനലൈസേഴ്സ് ആണ് ഇതിന്റെ, മീൻസ് സിൻടാക്സ് അനലൈസേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. സോ ദിസ് പ്രൊഡ്യൂസ് സിൻടാക്സ് അനലൈസേഴ്സ് നോർമലി ഫ്രം ഇൻപുട്ട് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അതായത് നമ്മൾ തന്നിരിക്കുന്ന ലെക്സിയം എന്ന് അതിന് കറസ്പോണ്ടിങ് ട്രീ, പാസ് ട്രീ, ഗ്രാമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനുള്ള പാസ് ട്രീ ജനറേറ്റ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. So this phase is one of the easiest to implement. So here in early compiler, syntax analysis consumed not only large fraction of the running time of a compiler, but large fraction of intellectual effort. So here it will generate the grammatical description of the programming language. And the next one is the scanner generator. Scanner generator എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതായിരിക്കും. സ്കാനിങ് എന്ന് പറഞ്ഞ ഏത് ഫേസിന്റെ പേരായിരുന്നു? സ്കാനർ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഏത്? സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഏത് ഫേസാ? ഏത് ഫേസിന്റെ പേരായിരുന്നു സ്കാനിങ്? അസ്ന, അഞ്ജിത, അനക. ഓക്കെ, ലീനിയർ ഫേസ്, ലീനിയർ അനാലിസിസ് ഓർ വി വിൽ കോൾ ലെക്സിക്കൽ അനാലിസിസ്. ഓക്കെ, അതിന്റെ പേരായിരുന്നു സ്കാനർ. സോ സി, ഈ സ്കാനർ ജനറേറ്റർ ഇസ് പ്രൊഡ്യൂസിങ് എ ലെക്സിക്കൽ അനലൈസർ. അതായത് ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ടൂളാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് ഏത് ഫേസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള ടൈപ്പ് ടൂളാണിത്. പാർസർ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിൻടാക്സ് അനലൈസർ ആണ്. നമുക്കൊരു സിൻടാക്സ് അനലൈസറിനെ ജനറേറ്റ് ചെയ്യാൻ, സിൻടാക്സ് അനലൈസർ ഫേസ് വേണമെങ്കിൽ നമുക്കൊരു പാർസർ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി സ്കാനർ ജനറേറ്റർ ആണെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ലെക്സിക്കൽ അനലൈസർ ഫേസ്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിപ്പം എന്താ പറയാ, ഏതെങ്കിലും ഒരു ഡിവൈസ്, ഏതെങ്കിലും ഒരു ടൂൾ വേണം എന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾക്കിപ്പം സിസ്റ്റത്തിൽ റൈറ്റിംഗ് ടൂൾ, ഇപ്പൊ വീഡിയോ പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചോ. വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യല്ലേ ചെയ്യുക. ഒന്നുകിൽ VLC ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ KMP പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യല്ലേ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. അതേപോലെ തന്നെ നമുക്ക് സിൻടാക്സ് അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൂൾ വേണം. അപ്പോൾ അതിന് പറ്റിയൊരു ടൂളാണ് പാർസർ ജനറേറ്റർ. അതുപോലെ ലെക്സിക്കൽ അനലൈസർ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്കാനർ ജനറേറ്റർ. അതുകൊണ്ടാണ് ഇതിനെ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. So this automatically generate lexical analysis normally from the specification based on regular expression. Regular expression വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ എന്തായാലും ലെക്സിംസിനെ ക്രിയേറ്റ് ചെയ്യുക. ലെക്സിക്കൽ അനാലിസിസിൽ വേണ്ടേ, ഇൻറ്റ് എ എന്ന് ഐഡന്റിഫൈ ആണെങ്കിൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ വേണ്ടേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതോ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിൻ. ഈ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിന് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക ഒരു പാസ് ട്രീ ആണ്. നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന എന്താ, ഒരു ഇന്റർമീഡിയറ്റ് കോഡ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും? ജനറേറ്റിംഗ് ഇന്റർമീഡിയറ്റ് കോഡ്. ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എഞ്ചിൻ. So this produce collection of routine that walk the pass tree, generating intermediate code. അത് കഴിഞ്ഞിട്ട് അടുത്തതോ ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ. എന്താ ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ ചെയ്യുന്നത്? ജനറേറ്റിംഗ് എ മെഷീൻ കോഡ്. അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്താ? we are giving an intermediate language. So such a tool taken a collection of rules that define translation of each operation of intermediate language. Next is data flow analysis. Data flow analysis engine gather information that is transferred from one part of a program to other parts. And data flow analysis is a key part of code optimization. Okay, Anu? ഇതുവരെ ഓക്കെ ആണോ? ശരി.
മനസ്സിലായല്ലോ ഇപ്പൊ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ നിങ്ങൾക്ക് എന്താണ് സംഭവം? അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് എന്ന് വെച്ചാൽ കമ്പൈലറിൽ കുറേ അധികം ഫേസസ് ഉണ്ട്. അപ്പൊ ഈ ഫേസസിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൂൾ വേണ്ടേ? അപ്പോൾ ഓരോ ഫേസിന് ഒരു ടൂൾ വെച്ച് നമുക്ക് എല്ലാത്തിനും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും സെപ്പറേറ്റ് റൈറ്റിംഗ് ടൂൾസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് ആണ് വേണമെങ്കിൽ നമുക്ക് സ്കാനർ ജനറേറ്റർ യൂസ് ചെയ്യാം. സിൻടാക്സ് അനലൈസർ ആണ് വേണമെങ്കിൽ വി കൻ യൂസ് എ പാർസർ ജനറേറ്റർ. If it is an intermediate code generator, we can use a SDT, Syntax Director Translation Engine. Is that okay? Is it clear? Advait, Anjali, Atin, Devika. Abhinav, Razana, Raisa, Sahala, Masna, Anekha. ഇത് ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ശരി. ഇപ്പൊ ടൈം ആയില്ലേ? അപ്പൊ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞു നമ്മുടെ. അതായത് അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം കഴിഞ്ഞു, ഫേസസ് ഓഫ് എ കമ്പൈലർ കഴിഞ്ഞു, ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ് കഴിഞ്ഞു, കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് കഴിഞ്ഞു. ഇനി ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് ചെറിയൊരു ടോപ്പിക് നോക്കിയിട്ട്. ഓക്കെ, ശരി. So, give me your attendance, please. Let me call up your names. Akash. ഒന്ന് ചാറ്റ് ബോക്സിൽ പ്രസന്റ് നേടാ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അഖിൽ സി പോൾ. അഖിലില്ല? നേരത്തെ കണ്ടായിരുന്നല്ലോ ഞാൻ. ഇത് ആബ്സെന്റ് ആണോ? അഖിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ? അഖിൽ, ഓക്കെ. അനഘ, ശരി. അഞ്ജലി, അനുഗ്രഹ്, Present, Miss. അത്തിൻ, Present, Miss. അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്. ഇജാസ് ഇല്ലേ? ഇജാസ് ഇല്ല. ആബ്സെന്റ്. നഫ, നേഹ, നിതിൻ. നേരത്തെ കണ്ടായിരുന്നു. നിതിൻ ബാബു, ഓക്കെ. പ്രണവ്, പ്രണവ് എ, പ്രണവ് സി, റൈസ, റിസാന, റിസ്വിൻ, റോഷൻ, സഹല, സഹല ബി ഇല്ല, സഹല ബി ആപ്ഷൻ്റെ. സങ്കീർത്തന, അല്ല സംഗീത്, സംഗീത്, ഓക്കെ. സാരംഗ്, ഷരൂൺ, ഷരൂൺ ഇല്ല, ഷരൂൺ, ഷരൂൺ ആബ്സെന്റാ. ശ്രദ്ധ, ഓക്കെ. വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. Okay. Okay, we'll continue next class. Thank you.